ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനെ ഇന്ന് കേരളത്തിലെത്തിക്കും. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കഴിഞ്ഞ ഡിസംബറിൽ ചാടിപ്പോയ വിനീഷിനെ മുംബൈയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ടോയ്ലറ്റിന്റെ ചുമർ തുരന്നുകൊണ്ടാണ് പ്രതി ചാടിപ്പോയത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴാണ് പ്രതിയെ എത്തിക്കുക? എന്താണ് പോലീസിന്റെ? സജിത്ത്, ഉച്ചയ്ക്ക് കഴിഞ്ഞ് 2 മണിയോടുകൂടി പ്രതിയെ മുംബൈയിൽ നിന്നും കോഴിക്കോട്ട് എത്തിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് സംഘം അവിടെ നിന്നും പ്രതിയുമായി യാത്ര തിരിച്ചിരുന്നു. എന്തായാലും വളരെ വിചിത്രമായ രീതിയിലാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയുടെ ചുമർപ്പെടുന്ന വിനീഷ് എന്ന പ്രതി രക്ഷപ്പെട്ടത്. ചായ കുടിക്കാൻ നൽകിയിരുന്ന ഗ്ലാസിന്റെ കഷ്ണങ്ങളും മറ്റു ഭാഗങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് സാവധാനത്തിൽ ചുമർ തുറന്നതും വളരെ വിദഗ്ധമായി പുറത്ത് ചാടുകയും ചെയ്ത്. നേരത്തെ തന്നെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതി ഈ തടവിലിരുന്നപ്പോൾ മാനസിക അസ്വസ്ഥം പ്രകടിപ്പിക്കുകയും തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് വരുത്തി തീർക്കുകയുമായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. ഡിസംബർ അവസാന വാരമാണ് പ്രതി കുതിരവട്ടത്തു നിന്നും രക്ഷപ്പെട്ടത്. അതിനുശേഷം മുംബൈയിലേക്ക് പോവുകയും അവിടെ പലയിടങ്ങളിലായി വിവിധ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ നാട്ടിലൊരു ബന്ധുവുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസിന് ചില സൂചനകൾ ലഭിച്ചതായാലും പോലീസ് ഇയാൾ തടവ് ചാടിയ സമയം മുതൽ അതീവ ജാഗ്രതയിലിരിക്കുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം ഈ പ്രതിയെ പിടികൂടാൻ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ബന്ധുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഉപയോഗിച്ച് പിന്നീട് സമഗ്രമായ അന്വേഷണം നടത്തുകയും ടവറിലെ ടെൻഷനുകൾ 100 കണക്കിന് പരിശോധിക്കുകയും ഒക്കെ ആയിരുന്നു. ഇങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തുകയും പിടിയിലാവുകയും ചെയ്തത്. മുംബൈയിലെത്തിയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2021 പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെരിന്തൽമണ്ണ സ്വദേശിയായ 21 വയസ്സുള്ള ദൃശ്യയെ വിനീഷ് കൊലപ്പെടുത്തിയത്. ദൃശ്യയുടെ പിതാവിന്റെ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ട ശേഷമാണ് പിന്നീട് വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് കുത്തിവീഴ്ത്തിയത്. ഇതിന് പിന്നാലെ കുടുംബത്തെ ഒന്നാകെ വകവരുത്തുമെന്ന ഭീഷണിയൊക്കെ ഇയാൾ ചൊരുത്തുകയും ചെയ്തിരുന്നു. പിന്നീടാണ് റിനീഷിനെ റിമാൻഡ് തടവുകാരനായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും പിന്നീട് 2022 കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തത്. സജിത്ത്, ദൃശ്യ കേസിലെ പ്രതിയെ മുംബൈയിൽ നിന്ന് പിടികൂടി തിരികെ കേരളത്തിലെത്തി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.